ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂൽപുട്ട് ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഈ നൂൽപുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് വറുക്കാത്ത പത്തിരിപ്പൊടി പൊടിച്ച പൊടിയാണ് അതാണ് ഇട്ടെടുത്തത്. അതിലേക്ക് ഇനി 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ 3 ഗ്ലാസ് വെള്ളമാണ് 2 ഗ്ലാസ് പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ കൂടി ആ വെള്ളത്തിൽ ഒരുപോലെ അലിഞ്ഞ് ചേരണം. ഇപ്പം വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം 1 ഗ്ലാസ് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ തൂവി വേണം ഇട്ട് കൊടുക്കാൻ. ഈ 2ാമത്തെ ഗ്ലാസ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അധികം പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ നൂൽപുട്ട് പീച്ച് കഴിയുന്ന സമയത്ത് കഷ്ണമായിട്ട് മുറിഞ്ഞ് വീഴുന്നുണ്ട്, നൂലായിട്ട് വരുന്നില്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ പച്ചപ്പൊടി പോലെ ചുവയ്ക്കുന്നുണ്ട്, സോഫ്റ്റ് ഇല്ല എന്നൊക്കെ. അതൊക്കെ ഈ കുഴയ്ക്കുന്നതിൻ്റെ പാകത്തിൽ വരുന്ന മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് കുഴച്ച് നോക്കൊണ്ടു, അപ്പോൾ സൂപ്പറായിട്ട് കിട്ടും. ഇതാ ഇങ്ങനെ ആയിട്ട് വരണം. ഇനി കുറച്ച് വെള്ളം പോരാ തോന്നുകയാണെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് നല്ലോണം തിളപ്പിച്ചിട്ട് ഇതിൽ ചേർത്തിയിട്ട് ഒന്നും കൂടി കൂട്ടി കുഴച്ച് യോജിപ്പിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഈ മാവ് പകുതിയൊക്കെ ഒന്ന് ചൂട് പോയിട്ടുണ്ട്. ആ പകുതി ചൂടോടെ കയ്യിൽ ലേശം എണ്ണയാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. പത്തിരിക്ക് കുഴക്കുന്ന മാതിരി കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുകയൊന്നും വേണ്ട. ഇത് അച്ചിലിട്ടിട്ട് പീച്ചെടുക്കാനുള്ളതല്ലേ, അപ്പോൾ അതിന് കണക്കാക്കിയിട്ടൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു രീതിയിലും ഈ പൊടി കുഴച്ചെടുക്കട്ടോ. അതിനേക്കാളൊക്കെ സോഫ്റ്റും ടേസ്റ്റും ആവുക ഈ രീതിയിൽ കുഴച്ചെടുത്താലാണ്. ഇപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റാക്കി ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ അത് ഉണ്ടാക്കണത്. അതിന് ആ ഓരോ കുഴിയിലും കുറേശ്ശെ വെളിച്ചെണ്ണ അങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. നൂൽപുട്ട് എടുക്കുന്ന സമയത്ത് പിടുത്തമില്ലാതെ വേഗം കൊണ്ട് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പരട്ടി കൊടുക്കുന്നത്. ഇനി നൂൽപുട്ട് ഉണ്ടാക്കാൻ തുടങ്ങുക. എപ്പോഴും ഇതുപോലത്തെ ചെറിയ ദ്വാരങ്ങളുള്ള ചില്ലിട്ടിട്ട് നൂൽപുട്ട് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ ചില്ലിട്ടതിന് ശേഷം ഇതുപോലെ ഓരോ നീളത്തിൽ ഉരുളകളാക്കിയിട്ട് അതിലേക്ക് നല്ലോണം ഇട്ടിട്ട് അമർത്തി കൊടുക്കുക. ഇനി ഇത് ഇഡ്ഡലി തട്ടിലേക്ക് പീച്ചുന്ന സമയത്ത് അടിയിൽ വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ തേങ്ങ ഒന്നും ഇട്ട് കൊടുത്തില്ല. ഞാൻ ഉരുളൻകിഴങ്ങും ഉള്ളിയും സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് കോമ്പിനേഷനായിട്ട്. അപ്പം പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ ഒന്നും ഇട്ട് കൊടുക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ആ തട്ടിലേക്ക് ഇതാ ഓരോ കുഴിയിലേക്ക് ഇങ്ങനെ പീച്ചി കൊടുക്കുക. കണ്ടില്ല, നല്ല നൂല് പരുവത്തിലാണ് ആയി വരുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ നൂൽപുട്ട് ഉണ്ടാക്കി വരുമ്പോൾ. ഇതിപ്പം തട്ടിൽ 4 കുഴിയിലേക്ക് ആക്കിയപ്പോഴേക്കും അച്ഛനുള്ള മാവ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2ാമത് മാവ് ഇട്ടിട്ട് വേണം ബാക്കി കുഴിയിലേക്കൊക്കെ ആക്കി കൊടുക്കാൻ. ഇഡ്ഡലി തട്ടിൽ മാവ് പീച്ചണ സമയത്ത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആദ്യം അടിയിലെ തട്ട് എടുത്ത് വയ്ക്കുക. അതിൻ്റെ മീതെയായിട്ട് മറ്റേ തട്ട് വയ്ക്കുന്ന സമയത്ത് ആ ദ്വാരത്തിൻ്റെ മേതെയായിട്ട് വരണം ആ മാവ് പീച്ചിയ ഭാഗം. മറ്റേ ഈ അടിയിലെ തട്ടിൽ ഇത് പറ്റി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇനി മൂടിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, തുറന്ന് നോക്കുക. ഇനി ഒന്നിങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കണ സമയത്ത് ഒരൊട്ടലില്ലാന്ന് കണ്ടാൽ അറിയാം കേട്ടോ അത് വെന്തതാണെന്ന്. അതിനി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക. അങ്ങനെ നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇനി ആരും ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പരാതി പറയില്ല. ഉരുളൻകിഴങ്ങും സവാളയും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സ്റ്റൂ ആണ് കേട്ടോ അതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.